അങ്ങനെ ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ വയനാടോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സൈറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചെടി കാണാൻ. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. നല്ലൊരു മയിലിനെ തന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മയിലായിരുന്നു. അതിൻ്റെ ആ കളറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് മാനുകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു കേട്ടോ. റോഡ് മുഴുവനും മാനുകളായിരുന്നു. അതിൻ്റെ കൊമ്പൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. നമ്മുടെ അടുത്തിങ്ങനെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡും നിറച്ച് മാനുകൾ കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് വന്ന് ദൂരെയുള്ളതിനെയൊക്കെ നോക്കിയപ്പോൾ അടുത്തൊരു മാന കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതുപോലെ ഇതാ നല്ല കുരങ്ങല്ലേ. ഇങ്ങനെ എടുത്തപ്പോൾ അതാ ഒരു കുരങ്ങ് നടന്നു വന്നിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ നല്ല മയിലുകളെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ കാണട്ടെ എന്ന് കരുതി പതുക്കെ നിർത്തിയാണ് കേട്ടോ പോകുന്നത്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വണ്ടിയിലിരുന്ന് കാണാനേ പറ്റൂ. അപ്പം ഫസ്റ്റ് കണ്ട ആന ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഫോറസ്റ്റിൽ കയറിയപ്പോൾ. അപ്പോൾ പിള്ളേരൊക്കെ ആനയെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല അടിപൊളി മയിലുകളെയൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നീട് നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയത് ആനകളെയായിരുന്നു കേട്ടോ. ബന്ദിപ്പൂരിൽ കയറിയ പിന്നെ ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് മുഴുവനും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കേട്ടോ. രണ്ട് സൈഡിലുണ്ടായിരുന്നു. ഞാനൊരു സൈഡ് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൊമ്പനൊക്കെ നടന്നു വരുന്നത് കേട്ടോ. പ്രതീക്ഷിക്കാതെയാണ് കൊമ്പനെയൊക്കെ കണ്ടത്. എന്തായാലും പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായി. അതുപോലെ കാട്ടുപോത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാട്ടുപോത്ത് വലിയ കാട്ടുപോത്തുകളായിരുന്നു. പിന്നെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് തീരുന്നിടത്ത് റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാം ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിള്ളേർക്ക് അവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിള്ളേർ കുറേ നേരമൊക്കെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു ഫോറസ്റ്റിൻ്റെ തന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും വന്നു കേട്ടോ. പിന്നെ രാത്രി DJ ലൈറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നു. അവിടെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ഫോറസ്റ്റാണ്, എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മാനിനെയും മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് നാരങ്ങയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നാരങ്ങ വെള്ളവും കുടിച്ച് കിടന്നുറങ്ങി.